നമസ്കാരം. നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ദേശമംഗലം പഞ്ചായത്തിലെ ബജറ്റ് ബഹിഷ്കരിച്ച് UDF അംഗങ്ങൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. പഞ്ചായത്തിലെ 2024-2025 വർഷത്തെ ബജറ്റാണ് UDF അംഗങ്ങൾ ബഹിഷ്കരിച്ചത്. ലൈഫ് ഭവന പദ്ധതി 2018 മുതൽ ജനറൽ വിഭാഗത്തിലെ അപേക്ഷകൾ കാത്തുനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ബജറ്റിൽ ആവശ്യമായ തുക വകയിരുത്താത്തതിലും യുവജനങ്ങൾക്കും സ്ത്രീകൾക്കും ബജറ്റിൽ ആവശ്യമായ പദ്ധതി വിഹിതം വകയിരുത്താത്തതിലും പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം ബജറ്റ് ബഹിഷ്കരിച്ചത്. കരട് ബജറ്റിൽ പ്രതിപക്ഷ അംഗങ്ങൾ ഉന്നയിച്ച നിർദ്ദേശങ്ങൾ പൂർണ്ണമായും തള്ളിയ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഏകാധിപത്യ നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷാംഗങ്ങൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. 2018 ലൈഫ് ഭവന പദ്ധതിയിൽ 75 പേരോളം പേർക്ക് സ്ഥലം വാങ്ങുവാൻ കാത്തുനിൽക്കുകയും 2020 500-ൽ പരം അപേക്ഷകർ വീട് ലഭിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ബജറ്റിൽ വെച്ച തുക അപര്യാപ്തമാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് PS ലക്ഷ്മണൻ, മെമ്പർമാരായ PI ഷാനവാസ്, PM അബ്ദുൾ സലാം, ഇബ്രാഹിം, നസീറ, ഷമീറ, സന്ധ്യ എന്നിവർ പങ്കെടുത്തു. ഭൂരഹിതരായി ഭൂമിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഒരു ഭാഗത്തും വീടിന് വേണ്ടി കാത്തിരിക്കുന്നവർ മറുഭാഗത്തും ഇങ്ങനെ രണ്ട് ലിസ്റ്റ് നിൽക്കുമ്പോഴാണ് 2020-ലും പുതിയ ലിസ്റ്റ് അംഗീകരിച്ചിരിക്കുന്നത്. ഇതിനാവശ്യമായ തുക പഞ്ചായത്തിൻ്റെ ബഡ്ജറ്റിൽ 2024 സാമ്പത്തിക വർഷ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിക്കണം എന്നാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉന്നയിച്ചത്. 24-25 ബഡ്ജറ്റ് എന്ന് പറയുന്നത് തീർത്തും നിരാശാജനകവും സാധാരണക്കാർക്ക് ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ ജീവിക്കുന്ന സാധാരണക്കാർക്ക് യാതൊരു തരത്തിലും പ്രയോജനപ്പെടാത്ത ഒന്നുമാണ്. തീർത്തും ഏകാധിപത്യമായി ഈ ബഡ്ജറ്റിൽ നിന്ന് നിൽക്കുന്ന അതുപോലെ തന്നെ മുന്നോട്ട് പോകാനുള്ള ഈ നീക്കത്തിനെതിരെ സാധാരണക്കാർക്ക്, അത് പ്രത്യേകിച്ച് ജനറൽ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് വർഷങ്ങളായിട്ട് ക്യൂ നിൽക്കുകയാണ്. ലൈഫ് ഭവന പദ്ധതിയിൽ വീട് ലഭിക്കുന്നതിന് വേണ്ടി ക്യൂ നിൽക്കുകയാണ്. ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ക്ഷേത്രത്തിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് വാഹനാപകടം. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടുകൂടിയായിരുന്നു അപകടം. പെരുമ്പ്ലാവ് ഭാഗത്തു നിന്ന് വരികയായിരുന്ന ബൈക്കും കൂറ്റനാട് ഭാഗത്തു നിന്ന് വരികയായിരുന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് കാർ ബൈക്കിലിടിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ ഒറ്റപ്പിലാവ് സ്വദേശിയെ പെരുമ്പ്ലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രശസ്ത മിഴാവ് ആചാര്യൻ ഗുരു പത്മശ്രീ PK നാരായണൻ നമ്പ്യാർ അനുസ്മരണം നടത്തി. പത്മശ്രീ PK നാരായണൻ നമ്പ്യാർ സ്മാരക സമിതി നേതൃത്വത്തിൽ കലാമണ്ഡലം നീള ക്യാമ്പസിൽ ഗുരുസ്മൃതി 2024 എന്ന പേരിലാണ് അനുസ്മരണം ഒരുക്കിയത്. ശനിയാഴ്ച രാവിലെ നടന്ന അനുസ്മരണ സമ്മേളനം കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്തു. ഏത് വിഷയത്തിലാണോ സഞ്ചരിക്കുന്നത് അത് മാത്രം ഓർമ്മിച്ചുകൊണ്ട് നടന്നിരുന്ന ഇത്തരം ഗുരുനാഥന്മാരെ അനുസ്മരിക്കുന്ന ഈ സമ്മേളനം, പ്രത്യേകിച്ചും നമ്പ്യാരാശാനെ കുറിച്ച് ഓർമ്മിക്കുന്ന ഈ ആദ്യത്തെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ്. രാവിലെ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ നമ്പ്യാർ, കലാമണ്ഡലം ഈശ്വരൻ ഉണ്ണി, കലാമണ്ഡലം ഗോപിനാഥൻ നമ്പ്യാർ, കലാമണ്ഡലം VKK ഹരിഹരൻ, കിള്ളിക്കുറിശിമംഗലം ഉണ്ണികൃഷ്ണൻ നമ്പ്യാർ എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തിയതോടെയാണ് അനുസ്മരണ സമ്മേളനം ആരംഭിച്ചത്. കലാമണ്ഡലം ഡോക്ടർ B അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ ഡോക്ടർ KG പൗലോസ്, PK നാരായണൻ നമ്പ്യാർ ഛായാചിത്ര അനാച്ഛാദനം നടത്തി. കലാമണ്ഡലം അച്യുതാനന്ദൻ, സഹോദരി അമ്മിണിക്കുട്ടി, നങ്ങിയാറമ്മ തുടങ്ങിയവർ സംസാരിച്ചു. സ്മാരക സമിതി പ്രസിഡന്റ് കലാമണ്ഡലം രാജീവ് സ്വാഗതവും സ്മാരക സമിതി സെക്രട്ടറി കലാമണ്ഡലം രതീഷ് ദാസ് നന്ദിയും പറഞ്ഞു. തുടർന്ന് പുഷ്പാർച്ചനയും മിഴാവ് മംഗളധ്വനിയും നടന്നു. CCTV ന്യൂസ് തളി. തുല്യതാ പരീക്ഷയിൽ മികച്ച വിജയം സ്വന്തമാക്കിയ ചാലിശ്ശേരി സഹയാത്ര ഡേ കെയർ അംഗങ്ങൾ സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. വിജയാരവം എന്ന പേരിൽ സഹയാത്രയിൽ നടന്ന അനുമോദന സദസ്സ് സിനിമാ നടനും എഴുത്തുകാരനുമായ VK ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്തു. ആൾക്ക് എത്ര കണ്ട് അശക്തരെ താങ്ങാനുള്ള കഴിവുണ്ട് എന്ന് നോക്കുമ്പോഴാണ്, എന്ന് നമ്മൾ കാണുമ്പോഴാണ്, എന്ന് പരിശോധിക്കുമ്പോഴാണ് ഒരു നാട് അതുപോലെ ശ്രദ്ധേയമാവുന്നത്. ആ നാട്ടിലെ സഹയാത്ര പോലുള്ള എത്ര സംഘടനകളുണ്ട്, അല്ലെങ്കിൽ എത്ര ആൾക്കാർ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നോക്കുമ്പോഴാണ് ഒരു നാട് പ്രസിദ്ധമാവുന്നത്. അശക്തരായവരെ ശക്തരാക്കുമ്പോഴാണ് ഒരാൾ ശക്തനാകുന്നതെന്നും ജീവകാരുണ്യ പ്രവർത്തന സംഘടനകളുടെ സേവനമാണ് ഒരു നാടിനെ സംസ്കാര സമ്പന്നമാക്കുന്നതെന്നും VK ശ്രീരാമൻ അഭിപ്രായപ്പെട്ടു. തുല്യതാ പരീക്ഷയിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിൽ കഴിഞ്ഞ 18 വർഷത്തിനിടെ
10ാം തരത്തിൽ ഉയർന്ന മാർക്ക് നേടി വിജയിച്ച ഡേ കെയർ അംഗങ്ങൾ 7ാം തരം തുല്യതാ പരീക്ഷയിൽ വിജയിച്ചവർക്കും VK ശ്രീരാമൻ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. സഹയാത്രാ പ്രസിഡന്റ് VV ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഭിന്നശേഷി ഡേ കെയർ അംഗങ്ങളെ തുല്യതാ പരീക്ഷയിൽ പഠിപ്പിച്ച അധ്യാപകരായ സ്നേഹ, ശാന്തകുമാരി, വിജേഷ്, ശശി എന്നിവരെ പ്രശസ്ത കവി P. രാമൻ ആദരിച്ചു. വിജയികൾക്ക് ചാലിശ്ശേരി ജനമൈത്രി പോലീസിന്റെ ഉപഹാരങ്ങൾ SHO K. സതീഷ് കുമാർ വിതരണം ചെയ്തു. ജനമൈത്രി പോലീസിന്റെ സമ്മാനമായി നൽകിയ ഡയപ്പറുകൾ സഹയാത്രയ്ക്ക് കൈമാറി. ജനമൈത്രി പോലീസ് അഡീഷണൽ സബ് ഇൻസ്പെക്ടർ KA ഡേവി, ജനമൈത്രി ഓഫീസർമാരായ K. ഷാജിത്ത്, അനൂപ് P, CPO TG പ്രതീഷ്, സഹയാത്രാ രക്ഷാധികാരികളായ VP ഐദ്രു, മാളിയേക്കൽ ബാവ, മോഹനൻ പൊന്നുള്ളി, AM അഹമ്മദുണ്ണി, TA രണദിവെ, വാസുണ്ണി പട്ടാഴി, ശശി മാസ്റ്റർ, ഗോപിനാഥ് പാലഞ്ചേരി എന്നിവർ സംസാരിച്ചു. ജനമൈത്രി ബീറ്റ് ഓഫീസർമാരായ K. ഷാജിത്ത്, TG പ്രതീഷ് എന്നിവരുടെ സംഗീതാലാപനം ഡേ കെയർ അംഗങ്ങൾക്ക് ആഹ്ലാദമായി. ജാഗ്രതാ സമിതി അംഗങ്ങളും രക്ഷിതാക്കളും വളണ്ടിയേഴ്സും പങ്കെടുത്തു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ഡേ കെയർ അംഗങ്ങളെ ആവേശത്തിലാക്കി ചാലിശ്ശേരി ജനമൈത്രി പോലീസ് ഉദ്യോഗസ്ഥരുടെ ഗാനാലാപനം. സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റി വ്യാഴാഴ്ച സംഘടിപ്പിച്ച വിജയാരവ സദസ്സിലാണ് ബീറ്റ് ഓഫീസർ K. ഷിജിത്ത്, CPO TG പ്രജീഷ് എന്നിവർ പാട്ടുകൾ പാടിയത്. കഴിഞ്ഞ ദിവസം കോഴിക്കര ക്ഷേത്ര ഉത്സവത്തിന്റെ ഭാഗമായി നടത്തിയ ഗാനമേളയിൽ K. ഷിജിത്ത് പാട്ട് പാടിയത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. പ്രജീഷും ജനമൈത്രി പോലീസിന്റെ വിവിധ പരിപാടികൾ പാട്ടുപാടാറുണ്ട്. ഇരുവരുടെയും പാട്ടുകൾ സഹയാത്ര ഡേ കെയറിലെ ഭിന്നശേഷി അംഗങ്ങൾ നിറകയ്യലുകളൊഴിയാണ് സ്വീകരിച്ചത്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകൾ തുടരുന്നു. ദേശോത്സവം കഴിഞ്ഞ കൂറ്റനാട് നഗരത്തെ ക്ലീനാക്കി കേന്ദ്ര ആഘോഷ കമ്മിറ്റി പ്രവർത്തകർ. കൂറ്റനാട് ദേശോത്സവം കാണുവാൻ 10,000-ാണ് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി കൂറ്റനാട് ടൗണിലേക്ക് ഒഴുകിയെത്തിയത്. ആളുകൾ ഉപേക്ഷിച്ച ലോഡ് കണക്കിന് മാലിന്യങ്ങളാണ് കേന്ദ്ര ആഘോഷ കമ്മിറ്റി പ്രവർത്തകർ ശേഖരിച്ചത്. ചാക്കുകളിലാക്കി സൂക്ഷിച്ചിരിക്കുന്ന മാലിന്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറും. നന്മ ആറങ്ങോട്ടുകര UAE കമ്മിറ്റിയും പാലക്കാട് അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആറങ്ങോട്ടുകര എഴുമങ്ങാട് AUP സ്കൂളിൽ നടന്ന ക്യാമ്പ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മൊയ്തീൻകുട്ടി, നന്മ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. ഗജരത്നം ഗുരുവായൂർ പത്മനാഭൻ ഓർമ്മയായിട്ട് 4 വർഷം. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ പത്മനാഭന്റെ 4ാം അനുസ്മരണ ദിനം തിങ്കളാഴ്ച ആചരിക്കും. രാവിലെ 9-ന് ശ്രീവത്സം അതിഥി മന്ദിര വളപ്പിലെ പത്മനാഭന്റെ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന ഉണ്ടാകും. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയന്റെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങളും ഭക്തരും ചടങ്ങിൽ സംബന്ധിക്കും. ദേവസ്വത്തിലെ 5 ഗജവീരന്മാർ പത്മനാഭനെ സ്മരണാഞ്ജലി അർപ്പിക്കും. 2020 ഫെബ്രുവരിയിലാണ് ഗജരത്നം ഗുരുവായൂർ പത്മനാഭൻ ചെരിഞ്ഞത്. അനുഷ്ഠാന കലാരംഗത്ത് സമഗ്രമായ സംഭാവനകൾ നൽകിയ അക്കികാവ് തട്ടകത്തിന്റെ പരമ്പരാഗത തിറ കലാകാരൻ കപ്പൂർ മുല്ലക്കൽ വീട്ടിൽ ഭാസ്കരൻ എന്ന വാസുവിനെ പോർക്കുളം സേവാഭാരതി ആദരിച്ചു. അക്കികാവ് ക്ഷേത്രം കമ്മിറ്റി സെക്രട്ടറി ദിലീപ് കുമാർ പോർക്കുളം സേവാഭാരതിയുടെ ആദരപത്രം കൈമാറി. രക്ഷാധികാരി KK വേണു പൊന്നാട ചാർത്തി, വൈസ് പ്രസിഡന്റ് MA സുദേശ് സമ്മാന പുടവ നൽകി. പ്രസിഡന്റ് മനോജ് കുമാർ കരുമത്തിൽ അധ്യക്ഷനായി. ജോയിന്റ് സെക്രട്ടറി മണിക്കുട്ടൻ നന്ദി പറഞ്ഞു. ദേശമംഗലം
കളവർക്കോട് ശ്രീ കാർത്യാനി ഭഗവതി ക്ഷേത്രത്തിലെ 12ാമത് പ്രതിഷ്ഠാദിന മഹോത്സവവും പൊങ്കാല സമർപ്പണവും നടന്നു. രാവിലെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ KPC വിഷ്ണു ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാദിന പൂജകൾ നടന്നത്. തുടർന്ന് പറവയ്പുമുണ്ടായി. ക്ഷേത്ര മേൽശാന്തി ദാമോദരൻ തിരുമേനിയുടെ നേതൃത്വത്തിൽ പൂജകൾക്ക് ശേഷമാണ് പണ്ടാര അടുപ്പ് തീ പകർന്നത്. തുടർന്ന് നടന്ന പൊങ്കാലയിടൽ കർമ്മത്തിന് 100 കണക്കിന് സ്ത്രീകൾ പങ്കെടുത്തു. തുടർന്ന് കളവരക്കോട് കിഴക്കേതിൽ വീട്ടിൽ ശങ്കരൻകുട്ടി വഴിപാടായി നൽകിയ അന്നദാനമുണ്ടായി. ചടങ്ങിൽ കാണിപ്പേര് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് വിശിഷ്ടാതിഥിയായി ക്ഷേത്രം പ്രസിഡന്റ് സനോജ് കളവറക്കോട്, സെക്രട്ടറി അനീഷ് ഉള്ളിയാട്ടിൽ, ട്രഷറർ സുധ തെക്കേപ്പാട്ട്, മറ്റ് ക്ഷേത്ര ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങളും പങ്കാളികളായി. കാളിദാസൻ രഘുവംശത്തിൽ പറഞ്ഞിട്ടുണ്ട്, ജഗതപ്പിതരവും വന്ന് പാർവതീ പരമേശ്വരവും. അപ്പോൾ ആ ദേവിയുടെ ശ്രീപാർവതി ദേവിയുടെ സങ്കല്പമുള്ള ഈ കാർത്യായനി ക്ഷേത്രത്തിൽ ഇന്ന് നടക്കുന്ന ഈ പുണ്യ കർമ്മത്തിൽ പൊങ്കാലയിൽ പങ്കെടുക്കുവാൻ സാധിച്ചു എന്നത് തന്നെ ഒരു പുണ്യമാണ്. ആ പ്രപഞ്ചത്തിൻ്റെ ഈശ്വരിയും ശക്തിയുമായ മഹാദേവൻ്റെ പത്നിയുമായ ആ ശ്രീപാർവതിയെ വന്ദിച്ച് ചെയ്യുന്ന പൊങ്കാല ഏറ്റവും ശ്രേഷ്ഠവും പവിത്രവുമാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലും പിന്തുടരാം. പ്രതിദിന വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctvonline.tv. നമസ്കാരം.